നിരവധി പ്രമുഖർ അവിടെ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും നിരവധി പേർ വന്നുകൊണ്ടേയിരിക്കുന്നു. വലിയ ജനപ്രവാഹമാണ് എറണാകുളം ടൗൺ ഹാളിലേക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി. എന്തൊക്കെയാണ് അവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഉറപ്പായും ദിലീപ്, മുഖ്യമന്ത്രി അടക്കം പ്രധാനപ്പെട്ട ആളുകൾ ടൗൺ ഹാളിലേക്ക് എത്തി ആദരമർപ്പിച്ച് മടങ്ങുകയാണ്. നേരത്തെ 3 മണി വരെയാണ് പൊതുദർശനം എന്നാണ് പറഞ്ഞിരുന്നെങ്കിലും ഒരുപക്ഷെ 3 മണി എന്നുള്ള ആ സമയക്ലിപ്ത പാലിക്കാൻ കഴിയുമോ എന്നറിയില്ല. കാര്യം ഇപ്പോൾ തന്നെ രണ്ട് ഗേറ്റുകളുമായി നീണ്ട നിര ഇപ്പോൾ തന്നെ രൂപപ്പെടുന്നുണ്ട്. നടൻ ശ്രീനിവാസനെ, സംവിധായകൻ ശ്രീനിവാസൻ, അല്ലെങ്കിൽ മലയാളത്തെ ചിരിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്ത മഹാപ്രതിഭ ഒരു നോക്ക് കാണാൻ, അവസാനത്തെ ആദരമർപ്പിക്കാൻ ഇങ്ങോട്ടേക്ക് ആളുകൾ, നടൻ ദിലീപ് അദ്ദേഹത്തെ ആദരമർപ്പിക്കാൻ ഇങ്ങോട്ടേക്ക് എത്തുക. അല്പസമയം മുമ്പ് അങ്ങനെ പ്രധാനപ്പെട്ട നടന്മാർക്ക് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. നടൻ ദിലീപ് അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അങ്ങനെ അവസാനമായി ഒരു നോക്ക് കാണാൻ, ആദരമർപ്പിക്കാൻ മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട നടൻ, നേരത്തെ മമ്മൂട്ടി അദ്ദേഹത്തിന്റെ വസതിയിലേക്കാണ് എത്തിയത്. മോഹൻലാൽ അല്പസമയത്ത് ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു. നടൻ ദിലീപ് ഇങ്ങോട്ടേക്ക് എത്തി ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടെ ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഉള്ള ആൾക്കാർ കൂടുതൽ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ദിലീപ് കുമാർ, കാര്യം സാധാരണക്കാരന് വേണ്ടി സാധാരണക്കാരന്റെ ഭാഷയിൽ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പറഞ്ഞ ഒരു സിനിമക്കാരനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ നാടിന്റെ നാനാഭാഗത്തുനിന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ ഈ മണിക്കൂറുകൾ അദ്ദേഹത്തിന്റെ സിനിമകൾ ഓർത്തെടുക്കേണ്ട കാര്യമില്ല. കാര്യം അദ്ദേഹം സിനിമകൾ എല്ലാ ദിവസവും ഒന്നും അദ്ദേഹത്തിന്റെ 33 വർഷം മുമ്പ് ഇറങ്ങിയ സന്ദേശം മുതൽ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ സിനിമ വരെ നമുക്ക് ഓർത്തെടുക്കേണ്ട കാര്യമില്ല. എല്ലാ ദിവസവും നമ്മൾ അത് ഓർക്കുന്ന സിനിമകളാണ്. അങ്ങനെ 48 വർഷം നീണ്ട ആ വലിയ സിനിമാ ജീവിതത്തിന് ആദരമർപ്പിക്കുന്നു കേരളം എന്നുറപ്പായും പറയാം. അത് സമാനതകളില്ലാത്തൊരു ജീവിതമാണ്. മാത്രമല്ല അതുണ്ടാക്കിയ വിടവ്, മലയാള സിനിമയിൽ ശ്രീനിവാസന്റെ നഷ്ടമുണ്ടാക്കിയ വിടവ് അത് നികത്തപ്പെടാൻ പോകുന്നില്ല എന്ന കാര്യം അക്കാര്യത്തിൽ തർക്കം വേണ്ട. കാര്യം അങ്ങനൊരു പ്രതിഭ ആ രീതിയിൽ രൂക്ഷമായ വിമർശനങ്ങളെ അത്രത്തോളം ഹാസ്യമായും സരസമായും എന്നാൽ അതിനെ മൂർച്ച കുറയാതെയും അവതരിപ്പിക്കാൻ കഴിയുന്ന തിരക്കഥാകൃത്ത് മറ്റൊരാൾ ഇനി ഉണ്ടാകുമോ? അത് സന്മനസ്സുള്ളവർക്ക് സമാധാനമാകട്ടെ. ടി പി ബാലഗോപാൽ MA ആവട്ടെ, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ആവട്ടെ, നടോടിക്കാവ് ആവട്ടെ, തലയാണമന്ത്രം ആവട്ടെ, ഗോളാന്തര വാർത്ത ആവട്ടെ, ഓരോരോ സിനിമകളെടുത്ത് നോക്കിയാലും ഓരോരോ സിനിമകളും നമ്മുടെ ഹൃദയത്തിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.